പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റ് ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമം കൊച്ചിയിൽ നടന്നു. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് ക്ലാസിക് ഇമ്പീരിയൽ ക്രൂയിസിൽ നടന്ന പരിപാടിയിൽ ലെജൻഡ്സ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇതിലേറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം, അവിടെ ഈ പോൾ കറുകപ്പള്ളിയും അതുപോലെ അലക്സ് വിളനിലുമായിരുന്നു ഇതിൻ്റെ മുഖ്യ സംഘാടകർ. അതിൽ അലക്സ് വിളനിലം ഈ യോഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ അമേരിക്കയിലൊക്കെ സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരാൾക്ക് വാർദ്ധക്യമായി കഴിഞ്ഞാൽ $4,000-5,000 കിട്ടും, US. അപ്പോൾ ഈ കേരളത്തിലേക്ക് ഇവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടും. രണ്ടാമത് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യം അമേരിക്കയിലെ പ്രവാസികൾക്ക് ഉണ്ടാകും. അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നോർക്കയും സംസ്ഥാന സർക്കാരും ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മണ്ണിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുള്ള ഒരുപാട് മലയാളികൾ, പ്രവാസികൾ അമേരിക്കയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പച്ചപ്പും മണ്ണും കാറ്റുമേറ്റ് വളർന്നവർക്ക് ഈ നാട്ടിലേക്ക് ഓടിയെത്താൻ വലിയ താല്പര്യമാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. അതേപോലെ തന്നെ ഇവർ അമേരിക്കൻ സർക്കാർ അയക്കുന്ന ഈ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് ലഭിക്കുകയും ചെയ്യും. നല്ലൊരാശയമാണ്. അപ്പോൾ ഈ പുരസ്കാരത്തിൻ്റെ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക്. ശരീരം കൊണ്ട് പുറത്താണെങ്കിലും മനസ്സുകൊണ്ട് തന്റെ ജന്മദേശത്തു തന്നെയാണ് ഓരോ പ്രവാസിയും. നാടിനും കുടുംബത്തിനും വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ചവർ, അവരുടെ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കൽ, അതായിരുന്നു പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രവാസി സംഗമം. നമ്മെ നാമാക്കിയ നാടിന് തിരിച്ചു കൊടുക്കാവുന്ന നന്മകൾ നിർവഹിക്കണമെന്ന് പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. എല്ലാവരും ഈ പേയിങ് ബാക്ക്, സമൂഹത്തിന് തിരിച്ചു ഞാനാക്കിയ എൻ്റെ നാടിന് എനിക്ക് തിരിച്ചു കൊടുക്കണം എന്ന ആഗ്രഹവും താല്പര്യവും അതിനുള്ള ആവേശവും ഉള്ളവരാണ്. പക്ഷെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഈ ആവേശമൊക്കെ തണുത്തു പോവുകയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ആവേശത്തെ തണുപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ചുറ്റുപാടും കാണുക. എന്നും സ്വന്തം നാടിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റ് ചെയർമാൻ അലക്സ് വിളനിലം കോശി. വളരെ വർഷങ്ങളായിട്ട് വെളിയിൽ ജീവിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ മനസ്സിലാക്കി തിരികെ നാട്ടിൽ വരുമ്പോൾ ഇവിടെയും അതുപോലെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ദിവസവും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ ആണ്ടിലൊരിക്കൽ മാത്രം നിങ്ങളെ വിസിറ്റ് ചെയ്തിട്ട് പോകുകയല്ല ഞങ്ങളുടെ ഉദ്ദേശം. പല വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ കറുകപ്പിള്ളിൽ. അമേരിക്കയിലും കാനഡയിലും ഗൾഫിലുമുള്ള എല്ലാ മലയാളികളെയും ഒന്നിച്ചു കൂട്ടി ഒരു സംഗമം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഈ പ്രസ്ഥാനം തുടങ്ങി വച്ചത്. മറൈൻ ഡ്രൈവ് ക്ലാസിക് ഇമ്പീരിയൽ ക്രൂയിസിൽ നടത്തിയ പരിപാടിയോടനുബന്ധിച്ച് ലെജൻഡറി പുരസ്കാരങ്ങളും സമ്മാനിച്ചു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ ടെസി തോമസ്, ഡോക്ടർ ഇന്ദിര രാജൻ, ആന്റണി പ്രിൻസ്, ഡോക്ടർ സണ്ണി ലൂക്ക്, വയലാർ രവി, പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് എന്നിവരെ ലെജൻഡറി പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളും പ്രവാസികൾക്കും കൂടിയുള്ളതാണെന്നും ചവിട്ടി നിൽക്കാൻ അധികാരമുള്ള മണ്ണിൽ പോരാടാൻ തയ്യാറായാൽ അവകാശങ്ങൾ ലഭ്യമാകുമെന്നും ആർ ശ്രീകണ്ഠൻ നായർ. എനിക്ക് അമേരിക്കൻ മലയാളികളോട് പറയാനുള്ളത്, ഇവിടെ ചിലപ്പോൾ ചില ഒറ്റതിരിഞ്ഞ ചില ആളുകളൊക്കെ നിങ്ങൾ പ്രാഞ്ചിയേട്ടന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം വിശ്വസിക്കണം, നിങ്ങൾ പിറന്ന മണ്ണാണിത്. ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പ്രവാസികൾ എന്ന് ഇൻവെർട്ടഡ് കോമിൽ നമ്മൾ വിളിക്കുന്നെങ്കിലും നിങ്ങൾ ഈ നാടിൻ്റെ, കുര്യൻ ജോസഫ് സാർ പറഞ്ഞതുപോലെ, ഈ നാടിനെ മാറ്റിമറിക്കാനുള്ള ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കാനുള്ള കരുത്തും വെടിമരുന്നും നിങ്ങളുടെ കയ്യിലുണ്ട്. TJ വിനോദ് MLA, വേണു രാജാമണി, കെ ഫ്രാൻസിസ് ജോർജ്, ഗോപിനാഥ് മുതുകാട്, മോൻസി ജോസഫ്, റോജി M ജോൺ തുടങ്ങിയ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. 24 കൊച്ചി. അമേരിക്കൻ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാർത്താ ചാനൽ 24 തന്നെയാണെന്ന് ഈ സമ്മേളന വേദിയിൽ വെച്ച് പല ആളുകളും എന്നോട് പറഞ്ഞു. മാത്രമല്ല, നമ്മുടെ പിന്നിൽ കരുത്തായി അമേരിക്കൻ മലയാളികൾ ഉണ്ടാകും എന്നവർ ഉറപ്പ് നൽകുകയും ചെയ്തു. പ്രവാസികളുടെ തീർച്ചയായിട്ടും ഒരു സന്തോഷം നമ്മൾ പങ്കിടുന്നു. നിങ്ങൾ 24 വഴി നിങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ സമയത്തെത്തിക്കാൻ എപ്പോഴും നമ്മൾ പ്രതിജ്ഞാബദ്ധമായിരിക്കും. 24 USA മധു കൊട്ടാരക്കയുടെ നേതൃത്വത്തിൽ അത് എപ്പോഴും സജ്ജമാണ് എന്നുകൂടി പറയുന്നു. എന്തായാലും സുനിൽ ട്രൈസ്റ്റാർ പോലെ കുറേ ആളുകൾ അമേരിക്കയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇത് ഒരു അവാർഡ് ദാനത്തിൻ്റെ സീസണാണോ എന്ന് പോലും സംശയം എന്നതിൽ അമേരിക്കൻ മലയാളികൾ നമ്മുടെ പല ആളുകൾക്കും അവാർഡുകൾ കൊടുക്കുന്നു. അവാർഡ് കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ.